ഈശോമിശിഹായ്ക്ക് സ്തുതി. ഞാൻ ബിനോയ് ബാല. എൻ്റെ അനുഗ്രഹം ചാനലിലേക്ക് സ്വാഗതം. ഇപ്രാവശ്യം ഞാൻ ഇന്ത്യ എങ്ങനെ അനുഗ്രഹത്തിൻ്റെ ദേശമാക്കാം, ഗ്രേറ്റ് നാഷൻ ആക്കാം എന്നതിനെ പറയാം. ബൈബിൾ പുസ്തകം മലാക്കി അധ്യായം 3 പറയുന്നു, ദേശാംശം ദൈവത്തിന് കൊടുക്കുക, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. അരൂപിയായ ആത്മാവ് ദൈവത്തിന് പൈസ ആവശ്യമില്ല. ഈശോ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം ബൈബിൾ 25-ാം അധ്യായം, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഈശോയാണ് സഹായിക്കുന്നത്. ഈ വാക്കുകൾ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വളരെ ഊർജ്ജം പകരുന്ന വാക്കുകളാണ്. മിക്ക വികസിത രാജ്യങ്ങളിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും, ബിസിനസ്സുകാർ മുതൽ സാധാരണക്കാർ വരെ, ബിസിനസ്സിൽ തങ്ങളുടെ വരുമാനത്തിൽ ഒരു നിശ്ചിത തുക സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കാറുണ്ട്. ചിലർ അനാഥാലയങ്ങൾക്ക് കൊടുക്കും, ചിലർ പാവപ്പെട്ട വിദ്യാർത്ഥികളെ സ്പോൺസർ ചെയ്യും. ചില കടകളിൽ പ്രത്യേക സ്ഥലമുണ്ടോ അവിടെ തങ്ങളുടെ വസ്ത്രങ്ങൾ, മറ്റു വസ്തുക്കൾ ഫ്രീ ആയിട്ട് കൊടുക്കും. ആവശ്യമുള്ളവർ അവിടെ വന്ന് ഫ്രീ ആയിട്ട് എടുക്കാം. ചിലർ ഹോട്ടലുകളിൽ പൈസ കൊടുക്കും, പാവപ്പെട്ടവർ കൗണ്ടറിൽ വന്ന് തിരക്കും. പൈസ കെട്ടിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം സൗജന്യമായി കൊടുക്കും. ഇന്ത്യയിലും വ്യാപകമായി ഇങ്ങനെയൊരു സിസ്റ്റം വന്നാൽ വളരെ നന്നായിരുന്നു. 2 മഹാന്മാർ, അവരുടെ വീഡിയോകൾ യൂട്യൂബിലുണ്ടോ? നാം നടപ്പിലാക്കുകയാണെങ്കിൽ ധാരാളം ആശയങ്ങൾ കിട്ടും. അത് നോക്കുകയാണെങ്കിൽ ധാരാളം ആശയങ്ങൾ കിട്ടും. ഇന്ത്യ എങ്ങനെ മഹദ്രാജ്യമാക്കാം, ഗ്രേറ്റ് നാഷനാക്കാം എന്നതിന് വിശാൽ മംഗൾവാടിയുടെയും RN ഭാസ്കറിൻ്റെയും ധാരാളം പുസ്തകങ്ങളും വിശാൽ മംഗൾവാടി എഴുതിയിട്ടുണ്ടോ? എല്ലാവരും മംഗൾവാടിയുടെ ഹൗ ടു മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന വീഡിയോകൾ കാണണം. അദ്ദേഹം പറയുന്നു, നമ്മൾ ഇന്ത്യ ഭരണഘടന, അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടന, അതേ ആത്മാവിൽ അതേ മൂല്യങ്ങൾ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ ഇന്ത്യ ഗ്രേറ്റ് നേഷനാകും. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 4 അടിസ്ഥാന മൂല്യങ്ങളുണ്ട്: തുല്യനീതി, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ തുല്യത, എല്ലാ പൗരന്മാർക്കും സ്വാതന്ത്ര്യം, ചിന്തിക്കാൻ, പ്രകടിപ്പിക്കാൻ, വിശ്വസിക്കാൻ, ആരാധിക്കാൻ, തുല്യാവസരങ്ങൾ, എല്ലാവർക്കും വിവേചനം പാടില്ല, എല്ലാവർക്കും മാന്യമായി ജീവിക്കാനുള്ള അവകാശം. ഡോക്ടർ അംബേദ്കർ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഭരണഘടന നന്നായി പഠിച്ചു, അതിലെ നല്ല ആശയങ്ങൾ നടപ്പിലാക്കി. ഈശോ പറഞ്ഞു, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമ്മുടെ അശോകസ്തംഭത്തിന് താഴെ എഴുതി വച്ചിരിക്കുന്നു, സത്യമേവ ജയതേ. അംബേദ്കർ നിരീക്ഷിച്ചു, വികസിത രാജ്യങ്ങളിൽ വ്യക്തികൾക്കാണ് സ്വാതന്ത്ര്യം. അവർക്ക് എന്തും വിശ്വസിക്കാം, പ്രചരിപ്പിക്കാം, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, വസ്ത്രം ധരിക്കാം, മതം മാറാം, വിമർശിക്കാം, ആരും മൈൻഡ് ചെയ്യില്ല. എല്ലാം വ്യക്തിയുടെ സ്വാതന്ത്ര്യം. അവിടങ്ങളിൽ ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്, പരസ്പര ബഹുമാനം എന്നത് ജീവിതത്തിൻ്റെ സകല മേഖലയിലും നിലനിൽക്കുന്നു. ഈ സുവർണ നിയമം ഈശോ പറഞ്ഞതാണ്. ഈശോ പറഞ്ഞു, ദൈവം സ്നേഹമാണ്, പിതാവാണ്. ദൈവത്തെ സ്നേഹിക്കുക, ബഹുമാനിക്കുക, നിന്നെപ്പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുക. അതിൻ്റെ അർത്ഥം ഗീവ് റെസ്പെക്റ്റ്, ടേക്ക് റെസ്പെക്റ്റ്. എല്ലാവരും ദൈവമക്കളാണ്, അപ്പോൾ പരസ്പരം എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. ദൈവം പിതാവെങ്കിൽ ആധുനിക ശാസ്ത്രം പെരുത്തതും അവിടങ്ങളിൽ തന്നെയാണ്. അവിടങ്ങളിൽ കഴിവുണ്ടെങ്കിൽ ആർക്കും ഉന്നതങ്ങളിലെത്താം. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. കമല ഹാരിസ്, ഋഷി സുനാക്, ബരാക് ഒബാമ, ഇപ്പോൾ ആസ്ട്രേലിയൻ മന്ത്രിസഭയിലുള്ള മലയാളി മന്ത്രി ജിൻസ് ചാൾസ്, അമേരിക്കയിലെ മിസോറി സിറ്റി മേയർ മലയാളി റോബി എലക്കട്ട്, ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി. നമ്മളും ആയി നടപ്പിലാക്കിയാൽ മതി, എല്ലാവരും വികസിക്കും, നാടും വികസിക്കും. അംബേദ്കർക്ക് ധാരാളം ഉന്നത യോഗ്യതകൾ ഉണ്ടായിരുന്നിട്ടും ജാതിയുടെ പേരിൽ അദ്ദേഹത്തിന് വിഭജനം നേരിടേണ്ടി വന്നു ഇന്ത്യയിൽ. അതുകൊണ്ട് ഭരണഘടന തയ്യാറാക്കിയപ്പോൾ അദ്ദേഹം താണജാതിക്കാർക്ക് പ്രത്യേക സംവരണം ഏർപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, എല്ലാ വിഭാഗം ജനങ്ങളും തുല്യതയെത്തുന്നവരെ മതി സംവരണം. ഇടയ്ക്ക് പുനഃപരിശോധന നടത്തി വേണ്ട മാറ്റങ്ങൾ വരുത്തണം. പക്ഷേ ഇതുവരെ വേണ്ട രീതിയിൽ ഒരു പുനഃപരിശോധന നടന്നിട്ടില്ല. എല്ലാ സമൂഹങ്ങളിലും ഇപ്പോൾ കോടിപതികളുണ്ട്, ന്യൂനപക്ഷ സമൂഹത്തിലും കോടിപതികളുണ്ട്. രണ്ടും പുനഃപരിശോധന നടത്തി തീരവിധ ആവശ്യമനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രമായി സംവരണം ചുരുക്കണം. അംബേദ്കർ ഭരണഘടന തയ്യാറാക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എല്ലാ പൗരന്മാർക്കും തുല്യനീതി എന്ന ആശയമായിരുന്നു. എന്നാൽ പിന്നീട് ഗവൺമെൻറ് അതിൽ മാറ്റങ്ങൾ വരുത്തി തുല്യനീതി അട്ടിമറിച്ചു. ബ്രിട്ടീഷ് ധാരാളം താണജാതിക്കാരും സാധാരണക്കാരും ക്രിസ്തുമതം സ്വീകരിച്ചിരുന്നു. മതപരിവർത്തനം തടയാനായി ഗവൺമെൻറ് സംവരണ നിയമം തിരുത്തി. ഏതെങ്കിലും സംവരണം അനുഭവിക്കുന്നവർ ക്രിസ്തുമതത്തിൽ അല്ലെങ്കിൽ മുസ്ലിം മതത്തിലുണ്ടെങ്കിൽ അവർക്ക് സംവരണം നഷ്ടമാകും. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ മതപരിവർത്തനം നടന്നു ക്രിസ്തുമതത്തിൽ നിന്നും. വിശാൽ മംഗൾവാടി പറയുന്നു, അദ്ദേഹത്തിൻ്റെ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ എന്ന വീഡിയോയിൽ, ഭരണഘടനാ മൂല്യങ്ങൾ കലർപ്പില്ലാതെ തിരുത്താതെ നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്ത്യ ഗ്രേറ്റ് നേഷൻ ആകുമായിരുന്നു. സംവരണ നിയമം തിരുത്തിയത് തെറ്റാണെന്ന് അദ്ദേഹം പറയുന്നു. ഇന്ത്യ ഗ്രേറ്റ് നേഷൻ ആയിരുന്നു, പക്ഷേ അറിവുകളിൽ ചുരുക്കം ചില സമൂഹങ്ങളിൽ ഒതുക്കി വെച്ചു, ഷെയർ ചെയ്യപ്പെട്ടിട്ടില്ല, സംസ്കൃതത്തിൽ എഴുതി വെച്ചു, സാധാരണക്കാർക്ക് അറിവ് കിട്ടുന്നതിൽ അവസരം കൊടുത്തില്ല. അറിവുകൾ ദുർവ്യാഖ്യാനം ചെയ്ത് ഭൂരിപക്ഷം ആളുകളെ അടിമകളാക്കി വെച്ചു. അദ്ദേഹം പറഞ്ഞു, ആദിവാസികളും കർഷകരും സാധാരണക്കാരുമാണ് ഇന്ത്യയുടെ നട്ടെല്ലോ. അവർ ഉയർത്തെഴുന്നേറ്റാൽ ഇന്ത്യയുടെ ഉയർത്തെഴുന്നേൽപ്പ് നടക്കും. അവർക്ക് മികച്ച വിദ്യാഭ്യാസം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നടത്താൻ പറ്റും. അതുപോലെ കർഷകരെയും പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനും പഠിപ്പിക്കണം. അതുപോലെ ഇന്ത്യയിൽ ലാൻഡ് റിഫോംസ് നടത്തി എല്ലാവർക്കും ഭൂമി ലഭ്യമാക്കണം. RN ശേഖർ പറയുന്നു, അദ്ദേഹത്തിൻ്റെ ഭാസ്കർ കി ബിസിനസ് ബാത്തേൻ എന്ന വീഡിയോകളിൽ, പശുവിനെ പശുവായി മാത്രം കണ്ടാൽ മതി, ഇന്ത്യയിലെ കർഷകർ ഉയർത്തെഴുന്നേൽക്കും. ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുണ്ടെങ്കിലും പശുവിനെ ദൈവമായി ആരാധിക്കുന്ന ഒരു ക്ഷേത്രം പോലുമില്ല. ഗോവധ നിരോധനം നടത്തുന്നതിന് മുമ്പ് കർഷകർ കറവ പറ്റാറായ പശുവിനെ വിറ്റിരുന്നു, വേറെ പശുവിനെ മേടിച്ചിരുന്നു, വീട്ടിലെ മറ്റാവശ്യങ്ങൾ നിറവേറ്റിയിരുന്നു. ഇപ്പോൾ പശുവിനെ വിൽപ്പന നടക്കാൻ പറ്റുന്നില്ല. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന കർഷകർ എങ്ങനെ പ്രായമായ പശുവിനെ കൂടി നോക്കും? അവർ പശുവിനെ കണ്ണീരോ റോഡിൽ ഇറക്കി വിടുന്നു. പാവം പശു അലഞ്ഞു തിരിഞ്ഞു എവിടെയെങ്കിലും കിടന്ന് ചാകുന്നു.
ഇന്ത്യയിലെ ആദിവാസികളാണോ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ജനവിഭാഗം? അവരുടെ ഉപജീവനമാർഗ്ഗം വനവും വനവിഭവങ്ങളുമായിരുന്നു. ഗവൺമെൻറ് വനമേറ്റെടുത്തു. അവരുടെ ആ ഉപജീവനമാർഗ്ഗം അടഞ്ഞു. ആദിവാസികൾ എല്ലാത്തരം ഭക്ഷണവും കഴിച്ചിരുന്നു. മാംസവ്യാപാരവും തുകൽ കച്ചവടവും നടത്തിയിരുന്നു. ഇന്ത്യയിൽ വ്യാപകമായി ഗോവധത്തിന്റെ ഒരു നിയമം വന്നു. അവരുടെ ആ ഉപജീവനമാർഗ്ഗവും അടഞ്ഞു. അവരിപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിൽ ചെകുത്താൻ കാട്ടിനിടയിൽ ജീവിക്കുന്നു. ഇന്ത്യയിൽ ഏത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നാലും, ഡാമുകൾ, കൽക്കരിഖനികൾ, റിഫൈനറി വന്നാലും പാവം ആദിവാസികളും കർഷകരും സാധാരണക്കാരും കാര്യമായ യാതൊരു കോമ്പൻസേഷനും കിട്ടാതെ വ്യാപകമായി കുടിയിറക്കപ്പെടുന്നു. ഏടി സമയം ഇന്ത്യയിൽ ക്രിസ്ത്യൻ മിഷണറിമാർ വരുമ്പോൾ ഇന്ത്യയിൽ ഉയർന്നതേക്കാൾക്ക് മാത്രം സ്വാതന്ത്ര്യം. ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാർ അടിമകളായി കഴിയുന്ന അവസ്ഥയായിരുന്നു. ക്രിസ്ത്യൻ മിഷണർമാർ ഇന്ത്യയിൽ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക സേവന രംഗങ്ങളിൽ വിപ്ലവം സൃഷ്ടിച്ചു. അവർ ഭൂരിപക്ഷം ഇന്ത്യൻ ഭാഷകൾക്കും ജീവൻ കൊടുത്തു. പുതിയ ഭാഷകൾ നിർമ്മിച്ചു. AD 1875 സാമുവൽ ഹെൻറി കെല്ലോക്ക് ലിപിയിലായിരുന്ന 12 സെൻട്രൽ ഇന്ത്യൻ ഡയലക്ട്സ് മിക്സ് ചെയ്ത് ഹിന്ദി നിർമ്മിച്ചു. വില്യം കേരി വലിയ മിഷണറി സാമൂഹിക പ്രവർത്തകൻ. അദ്ദേഹം AD 1817 കന്നഡ ഗ്രാമർ, AD 1805 മറാഠി ഗ്രാമർ, AD 1812 തെലുങ്കു പഞ്ചാബി ഗ്രാമർ നിർമ്മിച്ചു. AD 1867 ജോസഫ് വോൺ സോംബറിൻ ടൈലർ ഗുജറാത്തി ഗ്രാമർ നിർമ്മിച്ചു. വീരവോമന്യർ ജോസഫ് ബെസ്കി തമിഴ് ഭാഷ ലളിതമാക്കി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിലാക്കി. ഹെർമൻ ഗുണ്ടർട്ട് മലയാളം ഡിക്ഷണറി നിർമ്മിച്ചു. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ പള്ളി പെടുന്നാൽ പള്ളിക്കൂടം വേണം എന്ന ആശയം കേരളത്തിൽ നടപ്പിലാക്കി. കേരളത്തിൽ വിദ്യാഭ്യാസ വിപ്ലവം നടന്നു. അതിനുശേഷമാണ് കേരളത്തിൽ നവോത്ഥവ നായകന്മാരും പ്രസ്ഥാനങ്ങളും വരുന്നത്. ഇന്ത്യയിൽ മുഴുവൻ എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവരുടെ ഭാഷകളിൽ പഠിക്കാൻ സാഹചര്യമൊരുങ്ങി. ധാരാളം നായകരും പ്രസ്ഥാനങ്ങളും ഉദയം ചെയ്തു. AD 1947 ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യയിലെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം ക്രിസ്ത്യൻ മിഷണറിമാർ വിദ്യാഭ്യാസ വിപ്ലവം നടത്തി. ആളുകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ പിന്നെ ദീർഘകാലം അവരെ അടിമകളാക്കി വെക്കാൻ പറ്റില്ല. ഇപ്പോഴും ഇന്ത്യയിൽ ആളുകളെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചാൽ, വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കുന്ന, കൊല്ലുന്ന അവസ്ഥയുണ്ടോ? 1995 കേരളത്തിൽ നിന്നുള്ള സിസ്റ്റർ റാണി മരിയ മധ്യപ്രദേശിൽ ഇൻഡോർ വെച്ച് കൊല്ലപ്പെട്ടു. അവർ ആദിവാസികളുടെ സാമൂഹ്യ പ്രവർത്തനം നടത്തുകയായിരുന്നു. ഓടുന്ന ബസ് നിർത്തി സമരീന്ദർ സിംഗ് എന്നയാൾ സിസ്റ്ററെ കുത്തിക്കൊന്നു. ജന്മിമാർ അയാളെ നിയോഗിച്ചതായിരുന്നു. സിസ്റ്റർ ജയിലിൽ വെച്ച് മാനസാന്തരം വന്ന സമരീന്ദർ സിംഗ് പിന്നീട് കേരളത്തിൽ വന്നു സിസ്റ്ററുടെ മാതാപിതാക്കളെ കണ്ടു. അവർ അയാളോട് ക്ഷമിച്ചു. സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം ആസ്പദമാക്കി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കാണണം. ഫേസ് ഓഫ് ദി ഫേസ്ലെസ്. ഗൾഫിലും മറ്റ് വികസിത രാജ്യങ്ങളിലുമൊക്കെ കോമൺ സിവിൽ ഐഡിയുണ്ട്. അത് സ്കാൻ ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. എല്ലാ ആവശ്യങ്ങൾക്കും കോമൺ കാർഡ്. ഇന്ത്യയിലും ആധാർ മോഡിഫൈ ചെയ്ത് അതുപോലെ കാർഡാക്കണം. അതുപോലെ രാഷ്ട്രീയക്കാരെയും ആദായ നികുതി പരിധിയിൽ കൊണ്ടുവരണം. ഇന്ത്യ അഴിമതിരഹിത രാജ്യമാകും. സത്യമേവ ജയത ഇന്ത്യയിൽ യാഥാർത്ഥ്യമാകും. അതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കഴിവുള്ളവരെ മാത്രം, എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ചവരെ മാത്രം തിരഞ്ഞെടുക്കണം. അവർ രാഷ്ട്രീയക്കാർ നിർത്തിയില്ലെങ്കിൽ അതിൽ നമ്മളിൽ തന്നെ കഴിവുള്ളവർ നിൽക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ ഇന്ത്യയിൽ മാറ്റങ്ങൾ വരികയുള്ളൂ. ഇപ്പോൾ ഇന്ത്യക്കാർ ലോകം മുഴുവനിലുമുണ്ട്. ലോകത്തിൽ ധാരാളം സിസ്റ്റംസ് ഉണ്ട്. നല്ല സിസ്റ്റംസ് നാട്ടിൽ നടപ്പിലാക്കണം. നല്ല നേതാക്കളെ മാത്രമേ തിരഞ്ഞെടുക്കാവൂ എന്ന തീരുമാനം നമ്മൾ എടുക്കണം. ഇസ്രായേൽ എന്ന കൊച്ചു രാജ്യം നല്ല ഉദാഹരണമാണ്. അവർ ഏകദേശം BC 1000 രൂപം കൊണ്ട രാജ്യം. ലോകം മുഴുവൻ ചിതറി പല കാരണങ്ങളാൽ. AD 70 130 വൻയഹൂദ വംശഹത്യ നടത്തി റോമൻ ഭരണാധികാരികൾ. അവർ ഇസ്രായേലിൽ ഏകദേശം നാമാവശേഷമായി. ലോകം മുഴുവൻ ചിതറി. AD 1948 പുനർജനിച്ചു. ഇത് ബൈബിൾ പുസ്തകം എസെക്കിയേൽ 36 അധ്യായങ്ങൾ എഴുതി പ്രവചനം നിറവേറിയതാണ്. BC സമയം എഴുതിയ പുസ്തകം. ഇസ്രായേൽ ലോകത്തിന് അടയാളം. അവർ ലോകം മുഴുവൻ പലതരം കഷ്ടതകളിൽ കടന്നുപോയപ്പോൾ അതിജീവനത്തിനായി ധാരാളം പുതിയ ആശയങ്ങൾ കൈവന്നു. ആധുനിക ശാസ്ത്രജ്ഞന്മാരുടെ നല്ലൊരു പങ്ക് യഹൂദരാണ്. അവർ ചുരുങ്ങിയ സമയം കൊണ്ട് മരുഭൂമിയെ മലർവാടിയാക്കി ശാസ്ത്രം ഉപയോഗിച്ചു. നമുക്ക് ഇസ്രായേലുമായി നല്ല ബന്ധം സ്ഥാപിച്ചോ അവരുടെ നല്ല ആശയങ്ങൾ നടപ്പിലാക്കാം. ബൈബിൾ പ്രവചനം നമ്മളിൽ നിറവേറും. ദൈവം അബ്രാഹത്തിനോട് പറയുന്ന ഉൽപ്പത്തി പുസ്തകം 12:3 നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈശോ അനുഗ്രഹിക്കട്ടെ. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക. ബിനോയ് പല്ല.